എബ്രോഡിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയാണ് ഉള്ളത്, അതേപോലെ നമുക്ക് ഡിസെക്ട് ചെയ്ത് പഠിക്കാനുള്ള കെഡാവർ കിട്ടുമെന്നുള്ളത്. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു അവിടെ? അത് ആക്ച്വലി ഇപ്പം നാട്ടിലത്തെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അബ്രോഡ് ഭയങ്കര എക്സ്പോഷർ എന്ന് പറയില്ല. അത് തെറ്റാണ്. കാരണം പേഷ്യൻസ് കുറവാണ്. മീൻസ് കമ്പയർ ടു ഇന്ത്യ അത്രയും ആളുകളില്ല. സോ പേഷ്യൻസ് കുറവാണ്. എന്നാൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പോയ സമയത്ത് 2016 പോയതാ. 2016 പോയ സമയത്ത് ആക്ച്വലി അത്ര എക്സ്പോഷർ ഇല്ലായിരുന്നു. കാരണം ക്ലിനിക്സും ഹോസ്പിറ്റൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പക്ഷേ ഇപ്പം ഞാൻ കുട്ടികളുടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് നോക്കുമ്പം അത്യാവശ്യം ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ട്. ബട്ട് അഗെയിൻ കമ്പയർ ടു ഇന്ത്യ അതന്നെ അത്ര എത്തുന്നില്ല. ഇന്ത്യൻ ഏറ്റവും ബെസ്റ്റ് ഫോർ ക്ലിനിക്കൽ എക്സ്പോഷർ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല കണ്ടു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ആണോ? അതെ അതെ. ഇപ്പം നാട്ടിൽ പ്രൈവറ്റിൽ പഠിക്കുന്നതിന് അവർക്ക് യോജിക്കുന്നില്ല. സോ അത്രയും പൈസ മുടക്കിയിട്ട് പഠിക്കുക, എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അബ്രോഡ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. മാത്രമല്ല പോസിറ്റീവ്സ് എന്ന് പറയാൻ നല്ലൊരു ഇന്റർനാഷണൽ എക്സ്പോഷറിൽ പഠിക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ലോങ് റോഡാണ്. ഈസി അല്ല, ഒരിക്കലും ഈസി അല്ല. പക്ഷെ നമുക്ക് ആ ഒരു എല്ലാവരും അറിഞ്ഞിട്ട് മാത്രം പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് അറിയണം ഇതിൻ്റെത്. കാരണം എല്ലാവരും കരുതുന്നത് കുറച്ച് പൈസ കൊടുത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് വേഗം പഠിച്ച് ഡോക്ടറെ ചേരാന്നാ. അതാണ് തെറ്റ്. ഒരിക്കലും ഈസി അല്ല. MBBS ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നാട്ടിലായാലും അബ്രോഡ് ആയാലും ഒരിക്കലും ഈസി പാത്ത് അല്ല. നല്ല മെനക്കെടണം. അത് വെറുതെ പൈസ ആയിട്ട് മാത്രം കാര്യമില്ല. പൈസൻ്റെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ നമ്മളേ ഉള്ളൂ. അത് കഴിഞ്ഞ് നാട്ടിൽ FMG എക്സാം ഉണ്ട്, 1 year ഇന്റേൺഷിപ്പ് ഉണ്ട്. സോ ഈ കറക്റ്റ് ഈ പാത്ത് മനസ്സിലാക്കുക, എന്നിട്ട് അതിലൂടെ പോകാൻ റെഡി ആണെങ്കിൽ നോ പ്രോബ്ലം.